സമരം തീരുന്നത് ഞങ്ങൾ ആദ്യമേ പ്രഖ്യാപിച്ചു. സമരസമിതിയുമായി വെച്ചിരിക്കുന്ന ഡിമാൻഡുകൾ കൃത്യമായി ചർച്ച ചെയ്ത് സമരസമിതിക്ക് കൂടിയാലോചിച്ച് ആ തീരുമാനങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ അത് അംഗീകരിച്ച് അതൊരു ഉറപ്പായിട്ട് ലഭിക്കണം. അത് കേവലം ചർച്ച ചെയ്തു പറഞ്ഞു എന്നതുകൊണ്ട് ഞങ്ങൾ പിരിഞ്ഞു പോകില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓണറേറിയത്തിൻ്റെ മാനദണ്ഡങ്ങൾ പിൻവലിച്ചു എന്ന് വാർത്താക്കുറിപ്പ് ഇറക്കുകയും അത് ഉത്തരവായി വരുമ്പോൾ അതിൻ്റെ മാനദണ്ഡങ്ങൾ ഇൻസെൻറ്റീവിനകത്ത് ഉൾപ്പെടുത്തുകയും കൂടുതൽ ഗുരുതരമായൊരു ഉത്തരവാണ് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് വ്യക്തതയുള്ള ഉത്തരവും കൂടി ലഭിച്ചിട്ട് മാത്രമേ ഈ സമരപ്പന്തൽ വിട്ട് ഞങ്ങൾ പോവുകയുള്ളൂ. തീർച്ചയായിട്ടും ഈ രംഗത്ത് ആശാ വർക്കറുമായി ബന്ധപ്പെട്ടുള്ള ട്രേഡ് യൂണിയൻ രംഗത്തുള്ള സംഘടനകളെയും കൂടെ വിളിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളോട് അറിയിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് അതിനകത്തൊന്നും വ്യത്യസ്ത അഭിപ്രായമില്ല. മറിച്ച് ഞങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യണം, ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് അഭിപ്രായമുള്ളൂ. ഈ സർക്കാർ ചില വിട്ടുവീഴ്ചകൾ തയ്യാറാവുകയാണെങ്കിൽ സമരസമിതിയും അത്തരത്തിലൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുക. വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡുകൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ദിവസം 232 രൂപ കൊണ്ട് ഇനി ജോലി ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഡിമാൻഡ്. അതിനകത്ത് വിട്ടുവീഴ്ച എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു സമരത്തിൻ്റെ ടേബിളിൽ വരുന്ന കാര്യങ്ങളാണ്. അത് നമുക്ക് ഇവിടെ ഇരുന്ന് നമുക്ക് ആലോചിക്കാനോ പറയാനോ പറ്റുന്ന കാര്യമല്ല. അത് ചർച്ചയ്ക്കിടയിൽ മാത്രം വരുന്ന കാര്യങ്ങളാണ്.